ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ലോഗ് ബേസ്ഡ് റിക്കവറി. അപ്പോൾ ലോഗ് ബേസ്ഡ് റിക്കവറി, ലോഗിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഡേറ്റാബേസിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഡേറ്റാബേസിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് നടക്കുന്നുണ്ടോ ആ മോഡിഫിക്കേഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യുന്നതിന് നമുക്ക് ലോഗിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ലോഗിൽ ഇനി എന്തൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇനിഷ്യലി അപ്ഡേറ്റ് ലോഗ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡേറ്റാബേസിൽ ഒരു റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് ലോഗ് റെക്കോർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അപ്ഡേറ്റ് ലോഗ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഫീൽഡുകൾ ഉണ്ടാവും? ഒരു ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫയർ ഉണ്ടാവും. ഏത് ട്രാൻസാക്ഷനാണ് ഇപ്പോൾ ഈ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്തതെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫയർ ഉണ്ടാവും. പിന്നെ ഏത് ഡേറ്റ ഐറ്റത്തിലാണ് നമ്മളിപ്പോൾ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ ഐറ്റം ഉണ്ടാവും. ദെൻ അടുത്തത് അതിൻ്റെ ഓൾഡ് വാല്യൂ, ഈ ഡേറ്റ ഐറ്റത്തിൻ്റെ ഇപ്പോഴുള്ള വാല്യൂ എന്താണ്, നിങ്ങൾ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വാല്യൂ എന്താണ് എന്നുള്ളത് വെച്ചിട്ട് അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡേറ്റാബേസിൽ അപ്ഡേറ്റ് ലോഗ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ. ദെൻ അടുത്തത്, അപ്പോൾ ഇതിൽ വേരിയസ് ടൈപ്സ് ഓഫ് ലോഗ് റെക്കോർഡ്സ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഇനിഷ്യലി TI, സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ്റെ ബിഗിനിങ്ങിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് കാണിക്കുന്നതിനാണ് TI, സ്റ്റാർട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ റൈറ്റ് ഓപ്പറേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ മുന്നേ പറഞ്ഞല്ലോ, TI X V1 V2 എന്ന് പറയുമ്പോൾ ഈ ട്രാൻസാക്ഷൻ TI പെർഫോംസ് എ റൈറ്റ് ഓപ്പറേഷൻ ഓൺ ദ ഡേറ്റ ഐറ്റം X and its old value is V1 and new value is V2. ദെൻ കമ്മിറ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുമ്പോഴുള്ള സ്റ്റേജിനെ നമ്മൾ ലോഗ് റെക്കോർഡിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് TI കമ്മിറ്റ് എന്നാണ്. ദെൻ അത് അബോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് അത് അബോർട്ട് ചെയ്യുന്ന സമയത്ത് ലോഗ് റെക്കോർഡിലേക്ക് നമ്മൾ TI എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഈസ് അബോർട്ടഡ് എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ TI, അബോർട്ട് എന്ന് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ നമ്മൾ റെക്കോർഡ്സ് ഈ ലോഗ് റെക്കോർഡിലേക്ക് സ്റ്റോർ ചെയ്യുന്ന പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ്. ഡിഫേർഡ് ഡേറ്റാബേസ് മോഡിഫിക്കേഷനും ഉണ്ട്, ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷനും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഡിഫേർഡ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡിഫേർഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഡിഫേർഡ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിഫേർഡ് ഡേറ്റാബേസ് മോഡിഫിക്കേഷനിൽ നമ്മൾ വരുമ്പോൾ നമ്മളൊരു റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, റെക്കോർഡിലേക്ക് അത് സ്റ്റോർ ചെയ്യത്തില്ല. എന്തുവരെ വെയിറ്റ് ചെയ്യും? കമ്മിറ്റ് ഓപ്പറേഷൻ വരുന്നത് വരേക്ക്. അതായത് ഒരു ഇനിഷ്യൽ ഒരു പാർഷ്യൽ കമ്മിറ്റ് എപ്പോഴാണോ വരുന്നത് അതുവരെ നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. അപ്പോൾ കമ്മിറ്റ് ഓപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഈ റൈറ്റ് ഓപ്പറേഷനെ ലോഗ് റെക്കോർഡിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ഓപ്പറേഷൻ TI ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് റെക്കോർഡിലേക്ക് സ്റ്റോർ ചെയ്യും. ദെൻ റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഈ ഡിഫേർഡ് ഡേറ്റാബേസ് മോഡിഫിക്കേഷനിൽ TI X, V എന്ന് വെച്ച് കഴിയുമ്പോൾ X എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിനെ TI എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നു? റൈറ്റ് ചെയ്യുന്നു. അതിന് ന്യൂ വാല്യൂ മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്കീമിൽ നമുക്ക് ഓൾഡ് വാല്യൂ സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല, ന്യൂ വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യത്തില്ല, ലോഗ് റെക്കോർഡിലേക്ക് സ്റ്റോർ ചെയ്യത്തില്ല. പകരം അതിനെ എന്ത് ചെയ്യും? പോസ്റ്റ്പോൺ ചെയ്യും. ദെൻ എപ്പോഴാണോ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുന്നത് ഈ ഒരു റൈറ്റ് ഓപ്പറേഷനെ ലോഗിലേക്ക് റൈറ്റ് ചെയ്യും. ദെൻ ഫൈനലി ലോഗ് റെക്കോർഡ്സ് ആർ റീഡ് ആൻഡ് യൂസ് ടു ആക്ച്വലി എക്സിക്യൂട്ട് ദ പ്രീവിയസ്ലി ഡിഫേർഡ് റൈറ്റ്സിനെ എല്ലാത്തിനെയും നമ്മളപ്പോഴാണ് ഡേറ്റാബേസിൽ ലോഗ് റെക്കോർഡിലേക്ക് സ്റ്റോർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിക്കവറി, അതായത് ഒരു ക്രാഷ് ഒക്കർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് റിക്കവറി ചെയ്യേണ്ടി വരുമ്പോൾ TI സ്റ്റാർട്ടിനും TI കമ്മിറ്റിനും ഇടയ്ക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടോ അതിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റീഡൺ ചെയ്യുള്ളൂ, അതായത് ഒന്നുകൂടി പെർഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ റീഡൂയിങ് എ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പുതിയ വാല്യൂ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡിഫേർഡിൽ നമ്മൾ അൺഡു ചെയ്യുന്നൊരു പ്രോസസ്സില്ല, ഓൺലി റീഡു ചെയ്യുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് TI സ്റ്റാർട്ടിനും TI കമ്മിറ്റിനും ഇടയ്ക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെയാണ് റൈറ്റ് ഓപ്പറേഷൻസ് ഉള്ളത് അവയെല്ലാം റീഡു പെർഫോം ചെയ്യുക. റീഡു മീൻസ് അതിൽ
ഇപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ TI_X അതിൻ്റെ ന്യൂ വാല്യൂ മാത്രമാണ്, അതായത് ന്യൂ വാല്യൂ ആയിട്ട് ഒന്നും കൂടി സെറ്റ് ചെയ്യുന്നു, ഒന്നും കൂടി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രാഷ് ക്യാൻ ഒക്കർ ഇൻ എനി സ്റ്റേജ്, ലൈക്ക് ഇപ്പം അപ്ഡേറ്റ്സ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ക്രാഷ് ആവാം, അല്ലെങ്കിൽ നമ്മൾ റിക്കവറി ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിലും ക്രാഷ് ആവാം. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് T0 എന്ന് പറയുന്നത് T1 എന്ന് പറയുന്ന 2 ട്രാൻസാക്ഷൻ ഉണ്ട്. T0 എന്ന് പറയുമ്പം ഇത്ര ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു, T1 ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. അപ്പോൾ T0 Aനെ റീഡ് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു, Bനെ റീഡ് ചെയ്യുന്നു, വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു. ദെൻ Cൻ്റെ വാല്യൂ റീഡ് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ 3 ഇൻസ്റ്റൻസസിൽ എങ്ങനെയായിരിക്കും നമ്മളതിനെ റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെ സ്റ്റോർ ചെയ്യാം, ലോഗിനകത്ത് സ്റ്റോർ ചെയ്യുന്ന 3 രീതികളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തേതിലെന്ന് പറയുമ്പം ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ വരുന്നത് Aയും Bയും എന്ന് പറയുന്ന വാല്യൂ ആണ്. Aയും B എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിന് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ നോക്കുക, ഇതിൽ നമ്മൾ അത് ഫിനിഷ് ചെയ്തു, കമ്മിറ്റ് ഓപ്പറേഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ക്രാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല. കാരണം T0 സ്റ്റാർട്ടിനും കമ്മിറ്റിനും ഇടയ്ക്കുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതാണോ അതിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഇൻസ്റ്റൻസിലെന്ന് പറയുമ്പം ഇവിടെ നമ്മൾ T0 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, Aയും Bയും റൈറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ T1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനെ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കമ്മിറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ വരുമ്പം ഈ ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ T0 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഫുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കതിനെ റീഡു ചെയ്ത് കിട്ടും, റിക്കവർ ചെയ്യാൻ പറ്റും. ബട്ട് വാട്ട് അബൌട്ട് T1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കമ്മിറ്റ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഇൻസ്റ്റൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ T0 സ്റ്റാർട്ട് ചെയ്തു, T0 കമ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്യാൻ പറ്റും. ദെൻ T1 സ്റ്റാർട്ട് ചെയ്തു, T1 കമ്മിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റും റിക്കവർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഇൻസ്റ്റൻസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ട്രാൻസാക്ഷനിലുള്ള എല്ലാ റൈറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, ദെൻ അടുത്ത രണ്ടാമത്തത് ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ. അപ്പോൾ ഡിഫേർഡ് ഡേറ്റാബേസ് മോഡിഫിക്കേഷനിൽ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ദെൻ രണ്ടാമത്തെ മെത്തേഡാണ് ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ. ആ പേരിൽ തന്നെ പറയുന്നത് ഇമ്മീഡിയറ്റ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ റൈറ്റ് ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ കമ്മിറ്റ് വരെ നടക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു വെയിറ്റിംഗ് സംഭവം ഇല്ല. ഒന്നുകിൽ വെയിറ്റ് ചെയ്യാണ്ടിരിക്കാം. അതായത് എപ്പോഴാണോ റൈറ്റ് ഓപ്പറേഷൻ വരുന്നത് അത് അപ്പോൾ തന്നെ ലോഗ് റെക്കോർഡിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ റൈറ്റും കഴിഞ്ഞിട്ട് കമ്മിറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. സോ അപ്പം ലോഗ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ ടെക്നിക് അലോസ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ ടു ബി ഔട്ട്പുട്ട് ടു ദ ഡേറ്റാബേസ് വൈൽ ദ ട്രാൻസാക്ഷൻ ഈസ് സ്റ്റിൽ ഇൻ ദ ആക്റ്റീവ് സ്റ്റേറ്റ്. അപ്പോൾ ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കിലേക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് ഡേറ്റാബേസിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നു, അത് ലോഗ് റെക്കോർഡിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്മിറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കമ്മിറ്റിന് മുന്നേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് ഡേറ്റാബേസിലേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം ഏത് ഓർഡറിലാണോ നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത അതേ ഓർഡറിലായിരിക്കും നമ്മൾ റൈറ്റ് ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷനിലെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ T0 സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൽ Aയുടെ വാല്യൂ. അപ്പം ഇവിടെ നമുക്കൊരു ട്രാൻസാക്ഷനെ റൈറ്റ് ഓപ്പറേഷൻ കൊടുക്കുമ്പം അതിന് ട്രാൻസാക്ഷനും ദെൻ അത് ഏത് ഡേറ്റേനെയാണ് ആക്സസ് ചെയ്യുന്നതെന്നുള്ളതും അതിൻ്റെ പഴയ വാല്യൂവും പുതിയ വാല്യൂവും കൊടുക്കണം. ഓക്കെ, ഇമ്മീഡിയറ്റിൽ ഈ ഓൾഡ് വാല്യൂവും ന്യൂ വാല്യൂവും വേണം. ഈ ഒരു സ്കീമിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡെഫേർഡിലെന്ന് പറയുമ്പോൾ പുതിയ വാല്യൂ മാത്രം മതിയായിരുന്നു. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ T0 സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ Aയുടെയും Bയുടെയും വാല്യൂ നമ്മൾ റൈറ്റ് ചെയ്യുന്നു, ദെൻ അത് അപ്പോഴും തന്നെ ലോഗ് റെക്കോർഡിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. കണ്ടോ,
ദെൻ അടുത്തത് കമ്മിറ്റ് ചെയ്യുന്നു. ദെൻ T1 സ്റ്റാർട്ട് ചെയ്തു, സിയുടെ വാല്യൂ റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താ ചെയ്യുന്നത്, അതിനെ റൈറ്റിലെ ലോഗ് റെക്കോർഡിൽ പോയി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദെൻ കമ്മിറ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷനിൽ ഉള്ള പ്രത്യേകത. ഐ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യമാണ് ചെക്ക് പോയിൻറ്റിംഗ് പ്രോട്ടോക്കോൾ. അപ്പോൾ ചെക്ക് പോയിൻറ്റിംഗ് പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോഴത്തേക്കും കമ്മിറ്റ് ചെയ്ത ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ, അതായത് ഒരു ചെക്ക് പോയിൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യുക. ആ ചെക്ക് പോയിൻറ്റിന് മുന്നേ ഉള്ളതെല്ലാം എന്ത് തന്നെയായിരിക്കും, ഡേറ്റാബേസിലേക്ക് അല്ലെങ്കിൽ ഡിസ്ക് സ്റ്റോറേജിലേക്ക് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്രാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെയാണോ ചെക്ക് പോയിൻ്റ് എന്നുള്ളത് ചെക്ക് ചെയ്യുക, ആ ചെക്ക് പോയിൻറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ ചെക്ക് പോയിൻറ്റിന് മുകളിലുള്ള എല്ലാം ഓൾറെഡി എന്തുണ്ടാവും, അതായത് ഡിസ്ക് സ്റ്റോറേജിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ വീണ്ടും പോയിട്ട് നിങ്ങൾ അതിനകത്ത് പണിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. എന്ത് ചെയ്താൽ മതി, ചെക്ക് പോയിൻറ്റിന് ശേഷം ഏതൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ടുണ്ടോ അതിന് മാത്രം ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇവിടെയും തന്നെ നമുക്ക് ചെക്ക് പോയിൻറ്റിന് ശേഷമുള്ള കമ്മിറ്റ് ട്രാൻസാക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, റീഡു ചെയ്യും. അതായത് റീഡു ലിസ്റ്റിലേക്ക് കൊടുക്കും. റീഡു മീൻസ് അവരൊന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. ദെൻ അൺകമ്മിറ്റഡ് ട്രാൻസാക്ഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ചെക്ക് പോയിൻറ്റ്. ചെക്ക് പോയിൻറ്റിന് മുന്നേ ഏതെങ്കിലും അൺകമ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനോ ചെക്ക് പോയിൻറ്റിന് ശേഷമോ മുന്നെയോ ഏതെങ്കിലും അൺകമ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അവരെ എന്താ ചെയ്യുക, അൺഡു ചെയ്യുക. അൺഡു മീൻസ് ആ ചെയ്ത ഓപ്പറേഷനെ റിക്കവർ ചെയ്യുക, മുന്നേതിലോട്ട് പോവുക എന്നുള്ളതാണ്. ചെയ്ത ഓപ്പറേഷനെ നള്ളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിക്കവറി പ്രൊസീജിയറിലെന്ന് പറയുമ്പോൾ 2 ഓപ്പറേഷൻസാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് റിക്കവറിയിൽ. ഒന്നാമത്തത് അൺഡു എന്ന് പറയുന്ന ഓപ്പറേഷനും റീഡു എന്ന് പറയുന്ന ഓപ്പറേഷനും. അപ്പോൾ അൺഡു എന്ന് പറയുന്ന ഓപ്പറേഷനിൽ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേറ്റ ഐറ്റത്തിനെ അവരുടെ ഓൾഡ് വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യുക. അതാണ്, അതായത് അവരുടെ പഴയ വാല്യൂ എന്താണോ അതിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് അൺഡു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. വാട്ട് അബൌട്ട് റീഡു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത പുതിയ വാല്യൂ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് അതിൻ്റെ ബിക്കോസ് അത് കമ്മിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അത് നമുക്ക് വീണ്ടും പഴയ ഓൾഡ് വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കമ്മിറ്റ് ചെയ്തു, ദാറ്റ് മീൻസ് ആ ട്രാൻസാക്ഷൻ കൺസിസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ അതിന് അറ്റോമിക് ആണ്. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പുതിയ വാല്യൂ ആയിട്ട് ഡേറ്റ ഐറ്റത്തിൻ്റെ അപ്ഡേറ്റ് ചെയ്യാം. സോ അതാണ് റീഡു ഓപ്പറേഷൻ. ദെൻ അപ്പോൾ ഒരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ TI സ്റ്റാർട്ടിനും TI കമ്മിറ്റിനും ഇടയ്ക്കുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളെയും നമ്മൾ എന്ത് ചെയ്യും, അതായത് TI സ്റ്റാർട്ടിന് ശേഷം TI സ്റ്റാർട്ടുണ്ട് പക്ഷേ TI കമ്മിറ്റ് ഇല്ല, അങ്ങനെയാണെങ്കിൽ അവരെ എന്ത് ചെയ്യണം, അൺഡു ചെയ്യണം. പക്ഷേ TI സ്റ്റാർട്ടും ഉണ്ട് TI കമ്മിറ്റും ഉണ്ടെങ്കിൽ അവരെല്ലാം റീഡു ചെയ്യുകയും ചെയ്യണം. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ മുന്നേ പറഞ്ഞ നമ്മൾ ആ ഇൻസ്റ്റൻസസ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ T0 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 2 റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ റിക്കവറി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്, കമ്മിറ്റ് ഓപ്പറേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും എങ്ങനെയുള്ള ഓപ്പറേഷൻസ് ആണ്, അൺകമ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ അൺകമ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷന് നമ്മൾ എന്ത് ചെയ്യണം, അൺഡു ചെയ്യുകയാണ് വേണ്ടത്. അൺഡു ചെയ്യുക മീൻസ് എയുടെ വാല്യൂ ഇപ്പോൾ ഉള്ള പുതിയ വാല്യൂ ആയിട്ടല്ല, നമ്മൾ പഴയ വാല്യൂ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ദെൻ ബിയുടെ വാല്യൂ പഴയ വാല്യൂ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, ഓരോ റൈറ്റ് ഓപ്പറേഷനിലും അവരുടെ പഴയ വാല്യൂയും പുതിയ വാല്യൂയും കൂടെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ രണ്ടാമത്തെ ഇൻസ്റ്റൻസ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കൊരു സ്റ്റാർട്ടുണ്ട്, ദെൻ എയുടെ വാല്യൂ റൈറ്റ് ചെയ്യുന്നു, ബിയുടെ വാല്യൂ റൈറ്റ് ചെയ്യുന്നു, ഒരു കമ്മിറ്റ് ചെയ്യുന്നു, ദെൻ T1 സ്റ്റാർട്ട് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ നമുക്കൊരു റിക്കവറി ആവശ്യമുണ്ടെങ്കിൽ എവിടെ മുതൽ എവിടെ വരെയുള്ളതാ, സ്റ്റാർട്ടിനും കമ്മിറ്റിനും ഇടയ്ക്കുള്ള ഓപ്പറേഷൻസിനെ എന്ത് ചെയ്യും, റീഡു ചെയ്യും. റീഡു ചെയ്യുക മീൻസ് എയുടെ വാല്യൂ പുതിയ വാല്യൂ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും, ബിയുടെ വാല്യൂ പുതിയ വാല്യൂ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് സി നമ്മൾ ആക്സസ് ചെയ്യുന്ന മറ്റൊരു ട്രാൻസാക്ഷനാണ് T1. അത് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ അത് കമ്മിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ എന്താ ചെയ്യുന്ന, അൺഡു ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സിയുടെ വാല്യൂ അതിൻ്റെ ഓൾഡ് വാല്യൂ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഓക്കെ. ദെൻ മൂന്നാമത്തെ ഇൻസ്റ്റൻസ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റാർട്ടുണ്ട്, ഒരു കമ്മിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിക്കവർ ചെയ്യുമ്പം എയുടെയും ബിയുടെയും വാല്യൂ എന്ത് ചെയ്യുക? അൺഡു ചെയ്യോ റീഡു ചെയ്യോ? റീഡു ചെയ്യുകയാണ് ചെയ്യുക. ദാറ്റ് മീൻസ് എയുടെ വാല്യൂ 950, ബിയുടെ വാല്യൂ 2050. ഓക്കെ. ദെൻ T1 നോക്കുകയാണെങ്കിൽ T1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിയുടെ വാല്യൂ നമ്മൾ എന്താ ചെയ്യുക? അൺഡു ചെയ്യോ റീഡു ചെയ്യോ? റീഡു ചെയ്യും. ദാറ്റ് മീൻസ് അതിൻ്റെ പുതിയ വാല്യൂ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇമ്മീഡിയറ്റ് DB മോഡിഫിക്കേഷൻ റിക്കവറി എക്സാമ്പിളും പറയുന്നത്. അപ്പോൾ റിക്കവറി എപ്പോഴൊക്കെ പോസിബിൾ ആണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു വിധിയിൽ പറയുന്നത്. അടുത്ത നമുക്ക് ചെക്ക് പോയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഒരു അൽഗോരിതം നമുക്ക് പഠിക്കാനുണ്ട്. ചെക്ക് പോയിൻറ്റ് പ്രോട്ടോക്കോളിൽ എങ്ങനെയാണ് ഈ ഒരു റിക്കവറി നടക്കുന്നത് എന്നുള്ളതാണ് നോക്കുക. ഓക്കെ. സപ്പോസ് L ഈസ് ദ ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആക്റ്റീവ് അറ്റ് ദ ടൈം ഓഫ് ദ ചെക്ക് പോയിൻറ്റ്. ദെൻ ആദ്യം നമുക്ക് എന്ത് ചെയ്യുക? ഇനിഷ്യലൈസ് ചെയ്യുക. അൺഡു ലിസ്റ്റും റീഡു ലിസ്റ്റിനെയും MD ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക. കാരണം നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? സ്കാൻ ദ ലോഗ് ബാക്ക്വേർഡ്സ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ലോഗ് റെക്കോർഡുണ്ട്. ലോഗ് റെക്കോർഡിൽ ബാക്ക്വേർഡ്സ് റീഡ് ചെയ്ത് പോവുക. ദെൻ എന്നിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് ചെക്ക് പോയിൻറ്റിനെ ചെക്ക് ചെയ്യുക, ഫൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് ചെക്ക് പോയിൻറ്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ദെൻ ഫസ്റ്റ് ചെക്ക് പോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അതിൽ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്, ഇഫ് ദ റെക്കോർഡ് ഈസ് TI, കമ്മിറ്റ്, ദെൻ അതിന് എന്ത് ചെയ്യുക? റീഡു ലിസ്റ്റിലേക്ക് കൊടുക്കുക. ദെൻ ഇഫ് ദ റെക്കോർഡ് ഈസ് TI, സ്റ്റാർട്ട് ഉണ്ട്, ദെൻ പക്ഷേ അത് എന്തിലില്ല? റീഡു ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അൺഡു ലിസ്റ്റിലേക്ക് കൊടുക്കുക. അതായത് സ്റ്റാർട്ടുണ്ട് പക്ഷേ കമ്മിറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് ചെയ്യുക? അൺഡു ചെയ്യുക. ദെൻ സ്റ്റാർട്ടും ഉണ്ട് കമ്മിറ്റും ഉണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യുക? റീഡു ചെയ്യുക. അപ്പോൾ ഫോർ എവറി ട്രാൻസാക്ഷൻ ഇൻ ദാറ്റ് ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? റീഡു ലിസ്റ്റിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ അൺഡു ലിസ്റ്റിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ അൽഗോരിതം എന്ന് പറയുന്ന ചെക്ക് പോയിൻറ്റിന്. ഇതിനതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലോഗ് ബേസ്ഡ് പ്രോട്ടോക്കോളിനെ കുറിച്ചിട്ട്, ലോഗ് ബേസ്ഡ് റിക്കവറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.